കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ മലാല ദിനാഘോഷം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ 2 മലാല പതിപ്പുകളുടെ പ്രകാശനം. മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസാവകാശത്തിനായി പോരാടിയ നോബൽ സമ്മാന ജേതാവ് മലാല യൂസഫ്സായിയുടെ ജന്മദിനം പ്രത്യേക അസംബ്ലിയോടുകൂടി ആഘോഷിച്ചു. പ്രധാനാധ്യാപിക ഷമീന ബീഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രത്യേക അസംബ്ലിയിൽ മലാല ദിനത്തിന്റെ പ്രാധാന്യവും സന്ദേശവും ഹെഡ്മിസ്ട്രസ് കുട്ടികളെ ബോധ്യപ്പെടുത്തി. ഇതോടനുബന്ധിച്ച് മലാലയുടെ ജീവിതവും പോരാട്ടങ്ങളും ഉൾക്കൊള്ളിച്ച് 8, 9, 10 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ 2 മലാല പതിപ്പുകളുടെ പ്രകാശനം ഹെഡ്മിസ്ട്രസ് ഷമീന ബീഗം നിർവഹിച്ചു. ഒരുപാട് കാര്യങ്ങൾ, അതായത് ഇതൊരു ചെറിയ പതിപ്പാണെങ്കിലും ഈ പതിപ്പ് വായിച്ചാൽ നമുക്ക് ഈ മലാലയെ കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടും. നമ്മുടെ കൊച്ചു കൂട്ടുകാരാണ് ഇത് ചെയ്തിരിക്കുന്നത്. 8ാം ക്ലാസ്സിലെ മിടുക്കന്മാരും മിടുക്കുകളുമാണ് ഇങ്ങനെ ഒരു പതിപ്പ് തയ്യാറാക്കിയത്. ഇതിന്റെ പേര് വൈറ്റ് ജൂലൈ 12 എന്നാണ് അതിന്റെ ഒരു തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും നിങ്ങൾ സമയം കിട്ടുമ്പോൾ എല്ലാവരും ഇത് ഒന്ന് മറിച്ചു നോക്കുമെങ്കിലും ചെയ്യണം. പ്രവൃത്തിയിൽ ഈ ഒരു വർക്കിൽ പങ്കാളിത്തം എടുത്തുന്നുള്ളതാണ്. ഒത്തിരി സന്തോഷമുണ്ട് ഇതിങ്ങനെ കണ്ടപ്പോൾ. എല്ലാ വിദ്യാർത്ഥികളും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പിന്തുണച്ച് പ്രതിജ്ഞയെടുത്തു. All Indians are my brothers and sisters. I love my country. And I am proud of it. Which I am very happy. I shall always try to be worthy of it. I shall be my parents, teachers, and all others. Respect and treat everyone. തുടർന്ന് മലാലയുടെ പ്രസംഗത്തെ ആസ്പദമാക്കി വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച നൃത്തശില്പം ശ്രദ്ധേയമായി. ഒരു പേന, ഒരു കുട്ടി, ഒരു അധ്യാപകൻ, ഒരു പുസ്തകം. ഇതിനെ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന സന്ദേശം നൃത്തത്തിലൂടെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. Education went from being the right to being the crime. When my world suddenly changed, my priorities changed too. I had 2 options. One was to remain silent and wait to be killed. മലാലയുടെ ജീവിത വഴികളെക്കുറിച്ച് ഇംഗ്ലീഷ് അധ്യാപിക റഹ്മത്ത് സംസാരിച്ചു. വിദ്യാർത്ഥികളായ ആത്മജ, ശ്യാംകുമാർ, ആന്റണി, അക്ഷയ് കൃഷ്ണ, ജോപ്പൻ എന്നിവർ പ്രസംഗിച്ചു. സ്റ്റാഫ് സെക്രട്ടറി അംബുജം KB, അധ്യാപകരായ ബഷീർ VM, റഹ്മത്ത് PA, രമ്യ കൃഷ്ണൻ, ജെയ്സൺ ജോസഫ്, അനു N മണി, സനിക എന്നിവരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ 1-ാം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.